ഹായ്, ഇന്ന് നമ്മളെ പുറക്കാട് എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീനിലെ പുറക്കാട്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ സ്വന്തം പുറക്കാട്. ഇവിടെ കുടുംബത്തിലെ കാവിലെ പൂജയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പുറക്കാട് എന്ന് പറയുമ്പോൾ കടലും ഈ ഒരു പെട്രോൾ പമ്പും മുരിക്കുവേലി അമ്പലവും അവിടുത്തെ ജംഗ്ഷൻ, അതായത് കമ്പോളം എന്ന് പറയുന്ന ആ ജംഗ്ഷനും എല്ലാം കൂടെ പൂർണ്ണമാകുമ്പോഴേ പുറക്കാട് എനിക്ക് പൂർണ്ണമാകത്തുള്ളൂ കേട്ടോ. അപ്പം നന്ദൂട്ടൻ വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങി. കാവിലെ പൂജയ്ക്ക് വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം വളരെ വിശ്വാസമുള്ളതും, നമ്മൾ ഏത് നാട്ടിൽ എപ്പോൾ ചെന്നാലും നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥന വരുമ്പം ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സർപ്പത്താമാരെയും മുരിക്കുവേലി അമ്മയൊക്കെയാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും കാവിൽ ഈ ഫെബ്രുവരി മാസത്തിലാണ് പൂജ നടക്കുന്നത്. പൂജ കഴിഞ്ഞുള്ള പുള്ളുവൻ പാട്ടും ഒക്കെയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സദ്യയും ഒക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പിരിയുന്നത്. അപ്പം ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്, ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും പണ്ട് കുറേ കൂട്ടുകാരും ഒക്കെ ഒരുപാട് കളിച്ച് നടന്നിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ചേട്ടന്മാരും അനിയത്തിയും പിന്നെ അയൽവക്കത്തെ കൂട്ടുകാരും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ പണ്ട് ഞങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സർപ്പക്കാവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ അത്ര ആഴവും ഇല്ല. ഇപ്പം വെള്ളവും ഈ ഒരു ഉണക്ക് സമയമായപ്പം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സർപ്പപൂജയൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം നടന്നു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഏരിയ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ, കാവിൻ്റെ പരിസരം കഴിഞ്ഞിട്ടുള്ള ഏരിയയിലായിരുന്നു പണ്ട് ഞങ്ങൾ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഓടി നടന്ന് കളിച്ചത്. അന്ന് കളിച്ച കളികൾക്ക് കയ്യും കണക്കും ഇല്ല. എന്തൊക്കെ കളിക്കാവോ അതെല്ലാം ഞങ്ങൾ കളിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഈ പൂജയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള കരിമ്പും കരിക്കും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. ജാൻവിയും അപ്പൂസും പൊന്നുവും ഉണ്ണിക്കുട്ടനും നന്ദൂട്ടനും എല്ലാവരും കൂടെ അവിടെയൊക്കെ എഴച്ചിലുകാർ എഴഞ്ഞും നടന്നു, കളിക്കുന്ന പ്രായക്കാർ കളിച്ചും നടന്നു. രാംകുമാമൻ്റെ കയ്യിലിരുന്ന് അപ്പൂസ് കരിമ്പ് തിന്നാനായിട്ട് നോക്കുവാണേ. കുഞ്ഞിച്ചേച്ചിയാണെങ്കിൽ നന്ദൂട്ടനെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ എല്ലാവരും കൂടി ഒന്നുകൂടെ ഒന്ന് യോജിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ പൂജയുടെ ആവശ്യത്തിന് എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അടുത്ത വർഷത്തെ പൂജയ്ക്കായി കാത്തിരിക്കുവാണ്.